മുമ്പൊരു വീഡിയോയിൽ ഞാൻ നമുക്ക് എളുപ്പത്തിൽ ഭാഷ പഠിക്കുക, ഇംഗ്ലീഷ് ആവട്ടെ, അറബി ആവട്ടെ, ഉറുദു ആവട്ടെ, ഹിന്ദി ആവട്ടെ എന്ന് പറഞ്ഞിരുന്നു. അതിനൊരു ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു. ഐ സി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളം പറയാം. വാട്ട് ഡു യു സീ ഇൻ എ റൂം? റൂമിൽ എന്ത് കാണുന്നു? ഐ സി എ ബെഡ്, ഐ സി എ ഷെൽഫ്, അങ്ങനെ പറയാം. എന്നാൽ ചിലവർ വിചാരിക്കും ലേഖന എഴുതലും മറ്റുമൊക്കെ എളുപ്പമാണ്, പദ്യം ഉണ്ടാക്കലും പാട്ടുണ്ടാക്കലും പ്രയാസം. അതുമില്ല. ഏത് ഭാഷയിലും പദ്യം ഉണ്ടാക്കൽ അതുപോലെ തന്നെ പാട്ടുണ്ടാക്കൽ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ചില ട്രിക്ക് അറിഞ്ഞാൽ മതി. ഒരു ഉദാഹരണത്തിന് ഇംഗ്ലീഷ്, അതായത് ഇപ്പോൾ ഒരു ക്രിയയോടുകൂടി നമ്മൾ ING ചേർത്തിന്ന് വിചാരിക്കുക. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക, റീഡിങ് വായിക്കുന്ന. അതുപോലെ തന്നെ വർക്ക് പ്രവർത്തിക്കുക, വർക്കിംഗ് പ്രവർത്തിക്കുന്ന. കം വരിക, കമ്മിങ് വരുന്ന. അപ്പോൾ ഇങ്ങനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുക. ഐൻ ചേർത്ത വെർബിന് ഐൻ ചേർത്ത ക്രിയക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് പ്രയാസമായി തോന്നും. ഒരു ക്രിയയോടുകൂടി ഒരു വേർബിനോടുകൂടി IN ചേർക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമായി. ഒന്നായിട്ട് ഗ്രാമർ പറയുമ്പോൾ എളുപ്പം. അപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ കമ്മിങ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വരുന്ന വിദ്യാർത്ഥി. ഗോയിങ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ പോകുന്ന വിദ്യാർത്ഥി. റീഡിങ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വായിക്കുന്ന വിദ്യാർത്ഥി. മനസ്സിലായോ? അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പാടി നോക്കിക്കൂടെ? കമ്മിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ്. കണ്ടോ? കമ്മിങ് സ്റ്റുഡൻറ്റ് വരുന്ന വിദ്യാർത്ഥി സീറ്റ് ഇരിക്കുന്നു. സിറ്റിംഗ് സ്റ്റുഡൻറ്റ് സ്റ്റാൻഡ്സ് ഇരിക്കുന്ന വിദ്യാർത്ഥി നിൽക്കുന്നു. സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ് നിൽക്കുന്ന വിദ്യാർത്ഥി ഇരിക്കുന്നു. സിറ്റിംഗ് സ്റ്റുഡൻറ്റ് റീഡ്സ് ഇരിക്കുന്ന വിദ്യാർത്ഥി വായിക്കുന്നു. അപ്പോൾ നോക്കുക. കമ്മിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് സ്റ്റാൻഡ്സ്, സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് റീഡ്സ്. കമ്മിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് സ്റ്റാൻഡ്, സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് സീറ്റ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് റീഡ്സ്. Looking student moves, moving student sings, singing beautiful song, in this way we learn. ഇപ്രകാരം നമുക്ക് പഠിക്കുന്നു. ഇങ്ങനെ ധാരാളം ഇത് വളരെ സിമ്പിളായിട്ടുള്ള IN ചേർത്ത ക്രിയ ഉപയോഗിച്ചിട്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ വീട്ടിലുള്ള അമ്മമാർക്ക്, സിസ്റ്റേഴ്സിന്, അതുപോലെ തന്നെ ബ്രദേഴ്സ്, അവിടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരു സ്വന്തമായി ഇരിക്കുമ്പോൾ ഒരു കടലാസ് എടുത്ത് പെന്നും എടുത്തിട്ട് ഇങ്ങനെ പദ്യം ഉണ്ടാക്കുക. ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ കമ്മിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് സ്റ്റാൻഡ്സ്, സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് റീഡ്സ്. ലുക്കിംഗ് സ്റ്റുഡൻറ്റ് മൂവ്സ്, മൂവിങ് സ്റ്റുഡൻറ്റ് സിംഗ്, സിംഗിങ് ബ്യൂട്ടിഫുൾ സോങ്, ഇൻ ദിസ് വേ വി ലേൺ. കേട്ടോ? കമ്മിങ് സ്റ്റുഡൻറ്റ് സീറ്റ്സ് വരുന്ന വിദ്യാർത്ഥി സീറ്റ്സ് ഇരിക്കുന്നു. സിറ്റിംഗ് സ്റ്റുഡൻറ്റ് സിറ്റ്സ്, സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് സിറ്റ്സ് നിൽക്കുന്ന വിദ്യാർത്ഥി ഇരിക്കുന്നു. അപ്പോൾ ഇരിക്കുകയാണല്ലോ വിദ്യാർത്ഥി ചെയ്യുന്നത്. സിറ്റിംഗ് സ്റ്റുഡൻറ്റ് റീഡ്സ് ഇരിക്കുന്ന വിദ്യാർത്ഥി വായിക്കുന്നു. മനസ്സിലായില്ലേ? ലുക്കിംഗ് സ്റ്റുഡൻറ്റ് മൂവ്സ് ഇങ്ങനെ നോക്കുന്ന വിദ്യാർത്ഥി മൂവ്സ് മൂവ് ചെയ്യുന്നു, ചലിക്കുന്നു. മൂവിങ് സ്റ്റുഡൻറ്റ് സിംഗ്സ് ചലിക്കുന്ന വിദ്യാർത്ഥി പാടുന്നു. ഇങ്ങനെ വെറും നടന്നാൽ പോലെ പാടുകയും ചെയ്യാം. സിംഗിങ് ബ്യൂട്ടിഫുൾ സോങ് അങ്ങനെ ഭംഗിയുള്ള പാട്ട് പാടിക്കൊണ്ട് ഇൻ ദിസ് വേ വി ലേൺ ഇപ്രകാരം നമ്മൾ പഠിക്കുന്നു. കമ്മിങ് സ്റ്റുഡൻറ്റ് സീറ്റ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് സ്റ്റാൻഡ്സ്, സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ് സീറ്റ്, സിറ്റിംഗ് സ്റ്റുഡൻറ്റ് റീഡ്സ്. ലുക്കിംഗ് സ്റ്റുഡൻറ്റ് മൂവ്സ്, മൂവിങ് സ്റ്റുഡൻറ്റ് സിംഗ്സ്, സിംഗിങ് ബ്യൂട്ടിഫുൾ സോങ്, ഇൻ ദിസ് വേ വി ലേൺ. ഇങ്ങനെ പല ഭാഷയിലും വളരെ സിമ്പിളായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. താങ്ക്സ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കുട്ടികളോട് പറഞ്ഞ് അതിൻ്റെ ഒരു പാറ്റേൺ കൊടുത്താൽ വളരെ എളുപ്പമായിരിക്കും.